ഇങ്ങനൊരവസ്ഥ ഒരു മക്കൾക്കും വരാതിരിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പറയുകയാണ്. സ്വന്തം അച്ഛനാണ് ചേതനയേറ്റ് കിടക്കുന്നത്. ആ മകൻ്റെ മനസ്സ്, ഹൃദയം എത്രത്തോളം തകർന്നിട്ടുണ്ടാകുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ആക്ടർ എന്ന നിലക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. ഈ ആളുകളെല്ലാം നെഞ്ച് തകർന്നാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. അതിനേക്കാൾ ഒരുപാട് വേദനിച്ചും തകർന്നുമാണ് ആ മകൻ അവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ മകൻ്റെ ഒരു അവസ്ഥ ഒന്ന് നമ്മൾ കണ്ടു നോക്കിയൊന്ന്. അതായത് സ്വന്തം അച്ഛൻ മരണപ്പെട്ട് സ്വന്തം കൺമുന്നിൽ അച്ഛൻ്റെ മൃതശരീരം വെച്ചപ്പോഴും അതിനിടയിൽ ഓടി നടക്കുകയാണ്, തൊണ്ട കീറി പൊട്ടിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ നമുക്കറിയാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ മകനെ കൊണ്ട് എത്തിച്ചതാരാ? ശരിക്ക് കുറേ ക്യാമറയും കുറേ മൊബൈലും കുറേ വീഡിയോയും കുറേ പത്രക്കാരും. എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക്? നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ശാപങ്ങളിൽ ഒന്നാണ് മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തിയെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളത്. വേണ്ട, ആ മരണവാർത്ത കേട്ട് അല്ലെങ്കിൽ വേർപാടിൻ്റെ വേദന കൊണ്ട് തകർന്നു നിൽക്കുന്ന സ്വന്തം മക്കളെയെങ്കിലും മാനിച്ചുകൊണ്ട്, ഓർത്തുകൊണ്ട് അല്പം ഒന്ന് അടങ്ങിക്കൂടെ? ഇതെന്ന് തീരും, എന്ന് അവസാനിക്കും? അല്ലെങ്കിൽ ഈ പ്രബുദ്ധ കേരളത്തിലെ ഇവരെ പോലെയുള്ള ആളുകൾക്ക് എന്ന് നേരം വെളുക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നില്ല. സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്നു നിൽക്കുന്ന ആ മകൻ ഏതോ വലിയ തിക്കിലും തിരക്കിലും പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുന്നത് പോലെ സ്വന്തം അച്ഛൻ്റെ മൃതശരീരത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു അവസ്ഥ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല.